അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ആകാശയാനത്തെക്കുറിച്ച്, ഒരു ഹെലികോപ്റ്ററിനെ കുറിച്ചാണ്. അതായത് അമേരിക്കയുടെ മീഡിയം ലിഫ്റ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററായ UH-60 ബ്ലാക്ക് ഹാക്ക്. അപ്പോൾ ഇന്ന് അമേരിക്കൻ മിലിറ്ററി ഉപയോഗിക്കുന്ന ഏതാണ്ട് എല്ലാ പ്രധാന എയർക്രാഫ്റ്റുകളെയും പോലെ UH-60 ബ്ലാക്ക് ഹാക്കിൻ്റെ കഥയും ആരംഭിക്കുന്നത് ഏതാണ്ട് 70കളിൽ നിന്നാണ്. അതായത് വിയറ്റ്നാം യുദ്ധ കാലഘട്ടം. അപ്പോൾ നമുക്കറിയാം, വിയറ്റ്നാം യുദ്ധം അറിയപ്പെടുന്നത് തന്നെ ഹെലികോപ്റ്ററുകളുടെ യുദ്ധം എന്ന പേരിലാണ്. അമേരിക്കൻ മിലിറ്ററി ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും പ്രശസ്തമായ, അല്ലെ ലോകത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഹെലികോപ്റ്ററുകളിൽ ഒന്നായ HU-1 ഹൂയി, ഈ ഹെലികോപ്റ്റർ അറിയപ്പെടുന്നത് തന്നെ വിയറ്റ്നാം യുദ്ധത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് തന്നെയാണ്. അപ്പോൾ വിയറ്റ്നാം യുദ്ധ കാലഘട്ടത്തിൽ HU-1 ഹൂയി എന്ന് പറയുന്ന ഈ ഹെലികോപ്റ്റർ അമേരിക്ക വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചു. അതായത് ആയിരക്കണക്കിന് ഹൂയി ഹെലികോപ്റ്ററാണ് വിയറ്റ്നാമിൻ്റെ ആകാശത്ത് റാഗി പറന്നുകൊണ്ടിരുന്നത്. അതവിടെ അമേരിക്ക മിലിറ്ററി യൂട്ടിലിറ്റി ഹെലികോപ്റ്ററായിട്ടും റെസ്ക്യൂ ഹെലികോപ്റ്ററായിട്ടും ഗൺഷിപ്പായിട്ടും അങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും വിയറ്റ്നാമിൻ്റെ മഴക്കാടുകൾക്ക് മുകളിൽ ഹൂയി ഹെലികോപ്റ്ററുകൾ പറന്നുകൊണ്ടേയിരുന്നു. എന്ന് വെച്ച് ഈ ഹെലികോപ്റ്റർ അവിടെ അത്യന്തം സുരക്ഷിതമായിട്ട് പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. നിരവധി അമേരിക്കൻ ഹെലികോപ്റ്ററുകളാണ് വിയറ്റ്നാമികളുടെ പ്രത്യാക്രമണത്തിൽ അവിടെ തകർന്നു വീണുകൊണ്ടിരുന്നത്. ഹെലികോപ്റ്റർ മാത്രമല്ല, ഹെലികോപ്റ്ററിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്ററുകൾ തകർന്നു കഴിഞ്ഞാൽ അതിൽ സഞ്ചരിക്കുന്ന ആരും തന്നെ രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ ഹെലികോപ്റ്ററുകൾക്കൊപ്പം ധാരാളം സൈനികരെയും അമേരിക്കയ്ക്ക് അവിടെ കുരുതി കൊടുക്കേണ്ടതായി വന്നു. അങ്ങനെ ഈ വിയറ്റ്നാം യുദ്ധകാലത്ത് വ്യാപകമായി ഉപയോഗിച്ച ഈ ഹൂയി ഹെലികോപ്റ്ററുകൾക്കുണ്ടായിരുന്ന പോരാളികൾ, അല്ലെങ്കിൽ ഒരു യുദ്ധോപകരണമായി ഒരു ഹെലികോപ്റ്റർ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകാവുന്ന എല്ലാ പോരാളികളെയും എല്ലാ അപകട സാധ്യതകളെയും വിലയിരുത്തിക്കൊണ്ട് വളരെ മികച്ച ഒരു ഹെലികോപ്റ്റർ അമേരിക്ക, അല്ലെങ്കിൽ സിർക്കോസ്കി, അമേരിക്കയ്ക്ക് വേണ്ടി നിർമ്മിച്ച് നൽകുകയുണ്ടായി. അങ്ങനെയാണ് UH-60 ബ്ലാക്ക് ഹാക്ക് സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഹെലികോപ്റ്റർ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചതൊക്കെ വിഖ്യാതമായ അമേരിക്കൻ ഹെലികോപ്റ്റർ നിർമ്മാതാക്കളായിട്ടുള്ള സിർക്കോസ്കിയാണ്. അപ്പോൾ നമുക്കറിയാം, ഇന്ന് സിർക്കോസ്കി എന്ന് പറയുന്ന ഹെലികോപ്റ്റർ നിർമ്മാണ കമ്പനി ലോക്ക്ഹീഡ് മാർട്ടിൻ്റെ ഭാഗമാണ്. അപ്പോൾ ടെക്നിക്കലി ഈ ഹെലികോപ്റ്റർ ഇന്ന് നിർമ്മിക്കുന്നത്, അല്ലെങ്കിൽ UH-60 ബ്ലാക്ക് ഹാക്ക് ഇന്ന് നിർമ്മിക്കുന്നത് ലോക്ക്ഹീഡ് മാർട്ടിനാണ്. അപ്പം ബ്ലാക്ക് ഹാക്ക് എന്ന് പറഞ്ഞാൽ 4000 കിലോഗ്രാം കാർഗോ വഹിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ 4000 കിലോഗ്രാം ഭാരം വഹിക്കാൻ പറ്റുന്ന ഒരു മീഡിയം ലിഫ്റ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററാണ്. അപ്പോൾ ഈ 4000 കിലോഗ്രാം കാർഗോ, അല്ലെങ്കിൽ 4000 കിലോഗ്രാം പേലോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യത്തിലും ചില പ്രത്യേകതകളുണ്ട്. അതായത് ഒറ്റയടിക്ക് 4000 കിലോഗ്രാം പേലോഡ് ഇതിന് വേണമെങ്കിൽ വഹിക്കാം. അല്ലെങ്കിൽ പൊതുവെ ഇതിൽ ചെയ്യുന്നത് 1500 കിലോഗ്രാം പേലോഡ്, 1500 കിലോഗ്രാം ആയുധങ്ങളും ഏതാണ്ട് 11 അംഗങ്ങളടങ്ങുന്ന ഒരു സൈനിക ട്രൂപ്പിനെയും കൂടിയാണ് ഈ ഹെലികോപ്റ്റർ ക്യാരി ചെയ്യാറുള്ളത്. ആ കാര്യത്തിലും സാഹചര്യങ്ങൾക്കനുസരിച്ച് ചില മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റ് ആയിട്ട് കണക്കാക്കുന്നത് ഏതാണ്ട് 10000 കിലോഗ്രാം ഭാരമാണ്. ഇനി ഈ ഹെലികോപ്റ്ററിൻ്റെ ഡയമെൻഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 19.7 മീറ്റർ നീളവും 2.36 മീറ്റർ വീതിയും 5.1 മീറ്റർ ഹൈറ്റുമുള്ള ഈ ഹെലികോപ്റ്ററിൻ്റെ റോട്ടർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 16.36 മീറ്ററാണ്. അപ്പോൾ 4 ബ്ലേഡുകളുള്ള ഒരു മെയിൻ റോട്ടറും ഒപ്പം ഒരു ടെയിൽ റോട്ടറും ഈ ഹെലികോപ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഡയമെൻഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഹെലികോപ്റ്റർ നിർമ്മിച്ച കാലഘട്ടങ്ങൾ, അതായത് 70കളിലും 80കളിലൊക്കെ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഗോ വിമാനം എന്ന് പറഞ്ഞാൽ C-130 ഹെർക്കുലീസ് ആയിരുന്നു. അപ്പോൾ ഈ ഹെർക്കുലീസ് വിമാനത്തിൻ്റെ കാർഗോ ബേയിൽ വളരെ കൃത്യമായി ഫിറ്റ് ആകുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡയമെൻഷൻസ് ഒരുക്കിയിരിക്കുന്നത്. അതായത് ഈ ഹെലികോപ്റ്ററിൻ്റെ റോട്ടർ ബ്ലേഡുകൾ ഫോൾഡ് ചെയ്ത് അതിൽ ചില ഭാഗങ്ങൾ അഴിച്ചു മാറ്റിക്കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹെലികോപ്റ്റർ വളരെ കൃത്യമായിട്ട് C-130 ഹെർക്കുലീസിൻ്റെ കാർഗോ ബേയിൽ ഫിറ്റ് ആവും. പക്ഷേ പിന്നീട് അമേരിക്ക ഹെർക്കുലീസിനേക്കാളും വളരെ വലിയ കാർഗോ വിമാനങ്ങളൊക്കെ നിർമ്മിക്കുകയുണ്ടായി. അതായത് ഫ്ലോപ്പ് മാസ്റ്ററും അല്ലെങ്കിൽ C-5 ഗാലക്സിയും ഒക്കെ പോലുള്ള ഭീമാകാരം കാർഗോ വിമാനങ്ങൾ നിർമ്മിക്കുകയുണ്ടായി. ഇത്തരം വിമാനങ്ങൾക്ക് 2ഓ അതിലധികമോ ബ്ലാക്ക് ഹാക്ക് ഹെലികോപ്റ്ററുകൾ അവരുടെ കാർഗോ ബേയിൽ ക്യാരി ചെയ്യാൻ സാധിക്കും. ഇനി ഇതിന് പവർ നൽകുന്ന എഞ്ചിൻ എന്ന് പറഞ്ഞാൽ GE-യുടെ T700 ടർബോ ഷാഫ്റ്റ് എഞ്ചിനാണ്. ഒന്നല്ല, 2 ടർബോ ഷാഫ്റ്റ് എഞ്ചിനുകളാണ് ഇതിലുള്ളത്. ഇതിൻ്റെ മാക്സിമം സ്പീഡ് 294 km/h, ക്രൂസിംഗ് സ്പീഡ് ഏതാണ്ട് 282 km/h. കോമ്പാക്ട് റേഞ്ച് 590 കിലോമീറ്ററോളം വരും. സർവീസ് സീലിംഗ് ഏതാണ്ട് 19,000 ഫീറ്റാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട്, ഇതൊരു മൾട്ടി യൂട്ടിലിറ്റി ഹെലികോപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ പല ആവശ്യങ്ങൾക്കും വേണ്ടി കസ്റ്റമൈസ് ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ പല ആവശ്യങ്ങൾക്കും വേണ്ടി പ്രത്യേകമായി സ്പെഷ്യലി ഡിസൈൻ ചെയ്ത പല ബ്ലാക്ക് ഹാക്ക് വേരിയൻറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷനിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ അതിൽ നേവിക്കും എയർഫോഴ്സിനും ആർമിക്കും ഒക്കെ വേണ്ടി നിർമ്മിച്ച പ്രത്യേകം വേരിയൻറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ SH-60 സീ ഹാക്ക്, ഇതൊരു നേവൽ വേരിയൻ്റ് ആണ്. അതുപോലെ HH-60 ബാവേ ഹാക്ക്, ഇതൊരു എയർഫോഴ്സ് വേരിയൻ്റ് ആണ്. പ്രധാനമായി ഉപയോഗിക്കുന്ന റെസ്ക്യൂ ഓപ്പറേഷൻ പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇതുകൂടാതെ MH-60 ജെ ഹാക്ക് എന്ന് പറയുന്നൊരു വേരിയൻ്റ് കാണാൻ സാധിക്കും. ഇത് പൊതുവെ ഉപയോഗിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോസ്റ്റ് ഗാർഡാണ്.
ഇതിനു പുറമെ S-70 പോലുള്ള ഹെലികോപ്റ്ററുകളുണ്ട്. ഇത് ബ്ലാക്ക് ഹാക്കിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച സിവിലിയൻ ഹെലികോപ്റ്ററുകളാണ്, അല്ലെങ്കിൽ ബ്ലാക്ക് ഹാക്കിന്റെ സിവിലിയൻ വേരിയന്റ് ആണ് S-70. ഈ പറഞ്ഞതിന്റെ ഒരു ബേസിക് ബ്രോഡ് ക്ലാസിഫിക്കേഷൻ മാത്രമാണ്. ഇത് കൂടാതെ ഇതിന് പുറമേയും വേറെ വേരിയന്റുകളുണ്ട്, അല്ലെങ്കിൽ ഈ വേരിയന്റുകളിൽ തന്നെ വേറെ ഡെറിവേറ്റീവ്സും നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതൊരു മീഡിയം ലിഫ്റ്റ് മൾട്ടി യൂട്ടിലിറ്റി ഹെലികോപ്റ്ററാണ്. പ്രധാനമായി ഉപയോഗിക്കുന്ന ട്രൂപ്പ് ട്രാൻസ്പോർട്ടിനും മറ്റ് റെസ്ക്യൂ ഓപ്പറേഷനുകൾക്കും ഒക്കെ വേണ്ടിയാണ്. എന്നിരുന്നാലും ബ്ലാക്ക് ഹാക്കിന്റെ ഹെവിലി ആംഡ് ആയിട്ടുള്ള ഗൺഷിപ്പ് വേരിയന്റുകളുണ്ട്. അപ്പോൾ ഒരു ഗൺഷിപ്പായിട്ട് ഇതിനെ ഉപയോഗിക്കുമ്പോൾ ഇതിൽ പലതരത്തിലുള്ള ആയുധങ്ങൾ ഘടിപ്പിക്കാറുണ്ട്. അതായത് 50 കാലിബർ മൾട്ടി ബാരൽ ഗാറ്റ്ലിംഗ് GAU മെഷീൻ ഗണ്ണുകൾ, ഇത്തരത്തിലുള്ള ഓരോ മെഷീൻ ഗണ്ണുകൾ ഇരുവശത്തും ഘടിപ്പിക്കാറുണ്ട്. ഇതിന് പുറമെ സിംഗിൾ ബാരൽ മെഷീൻ ഗണ്ണുകൾ, അതായത് ബ്രൗണിംഗ് M2 പോലെയുള്ള സിംഗിൾ ബാരൽ മെഷീൻ ഗണ്ണുകൾ ഘടിപ്പിക്കാറുണ്ട് ഇതിൽ. അതിനു പുറമെ നമുക്ക് സുപരിചിതമായിട്ടുള്ള 6 ബാരൽ ഗാറ്റ്ലിംഗ് മിനി ഗൺ, ഇതും ഈ ഗൺഷിപ്പിലെ ഒരു പ്രധാന ആയുധമാണ്. അങ്ങനെ ഏകദേശം 6 ഹെവി മെഷീൻ ഗണ്ണുകളാണ് ഒരേ സമയം ഈ ഹെലികോപ്റ്ററിന്റെ ഗൺഷിപ്പ് വേരിയന്റുകളിൽ ഘടിപ്പിക്കാറുള്ളത്. ഇത് മാത്രമല്ല, ഇതിന് പുറമെയാണ് ഇതിൽ ഹെൽഫയർ മിസൈലുകൾ വരുന്നത്. 1 2 അല്ല, 16 ഹെൽഫയർ മിസൈലുകളാണ് ബ്ലാക്ക് ഹാക്കിന് ഒരേ സമയം ക്യാരി ചെയ്യാൻ സാധിക്കുന്നത്. ഈ 16 ഹെൽഫയർ മിസൈലുകൾ എന്ന് പറയുന്നത് അതിന്റെ എക്സ്റ്റേണൽ ഹാർഡ് പോയിന്റുകൾ ക്യാരി ചെയ്യുന്നതാണ്. ഇതുകൂടാതെ ഈ ഹെലികോപ്റ്ററിൽ കാർഗോ ആയിട്ട് ഇത്തരത്തിലുള്ള കൂടുതൽ മിസൈലുകൾ ക്യാരി ചെയ്യും. അത് വെറുതെ ക്യാരി ചെയ്യുന്നതല്ല, ഈ ഹാർഡ് പോയിന്റുകളിലുള്ള 16 മിസൈലുകൾ ഫയർ ചെയ്ത് തീർന്നു കഴിയുമ്പോൾ പറന്നുകൊണ്ടിരിക്കുക തന്നെ ഈ മിസൈലുകൾ ഇതിൽ മാനുവലി റീലോഡ് ചെയ്യാൻ സാധിക്കും. ഹെൽഫയർ മിസൈലുകൾ മാത്രമല്ല, AIM-92 സ്റ്റിങ്ങർ മിസൈലുകൾ, വിവിധ തരത്തിലുള്ള റോക്കറ്റ് പോഡുകൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ബ്ലാക്ക് ഹാക്ക് ഗൺഷിപ്പിൽ ആയുധങ്ങളായിട്ട് ക്യാരി ചെയ്യാൻ സാധിക്കും. അപ്പം 2 പൈലറ്റുകളും ഗണ്ണറും ചീഫും ഉൾപ്പെടെ 4 ക്രൂ മെമ്പേഴ്സാണ് പൊതുവെ ഈ ഹെലികോപ്റ്റർ പറത്തുന്നത്. ഇവർക്ക് പുറമെ 11 അംഗങ്ങൾ അടങ്ങുന്ന ഒരു ഫുള്ളി ആംഡ് ട്രൂപ്പിനെയും ബ്ലാക്ക് ഹാക്കിന് ക്യാരി ചെയ്യാൻ സാധിക്കും. അപ്പോൾ 1978 UH-60 ബ്ലാക്ക് ഹാക്ക് US മിലിറ്ററിയുടെ ഭാഗമായി മാറുന്നത്. അപ്പം പറഞ്ഞു വരുമ്പോൾ ഏതാണ്ട് 40 വർഷത്തോളം അല്ലെങ്കിൽ 4 പതിറ്റാണ്ട് പഴക്കമുള്ള ഒരു ഹെലികോപ്റ്ററാണ് ബ്ലാക്ക് ഹാക്ക്. എന്ന് കരുതി ഇതിനെ ഒരു കാലഹരണപ്പെട്ടു പോയ ഹെലികോപ്റ്റർ ആയിട്ടുള്ളോ അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഹെലികോപ്റ്റർ ആയിട്ടോ ഒന്നും നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. കാരണം US എയർഫോഴ്സ് അല്ലെങ്കിൽ ഇതിന്റെ നിർമ്മാതാക്കൾ ലോക്ക്ഹീഡ് മാർട്ടിൻ ഇതിനെ കാലാകാലങ്ങളായിട്ട് നിരന്തരമായിട്ട് അപ്ഗ്രേഡ്സിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം US മിലിറ്ററി ഉപയോഗിക്കുന്ന ബ്ലാക്ക് ഹാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏറ്റവും മികച്ച ഏറ്റവും ആധുനികമായിട്ടുള്ള ഹെലികോപ്റ്ററുകൾക്കൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള ഹെലികോപ്റ്ററുകളെക്കാൾ മുന്നിൽ നിൽക്കുന്ന തരത്തിലുള്ള ഏവിയോണിക്സും മറ്റ് സാങ്കേതിക വിദ്യകളും ഡിജിറ്റൽ കോക്പിറ്റും ഒക്കെയാണ് ബ്ലാക്ക് ഹാക്കിൽ അല്ലെങ്കിൽ അമേരിക്ക ഇപ്പോൾ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ഹാക്കുകളിൽ ഉള്ളത്. അപ്പോൾ 1978 സർവീസിലേക്ക് വരുന്നു. 1978 സർവീസിൽ വന്നെങ്കിലും ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് 1983 അമേരിക്ക ഗ്രനേഡയിൽ നടത്തിയ സൈനിക നടപടിയിലാണ്. അതിനുശേഷം പെനാമ ഇൻവേർഷനിൽ ഇത് ഉപയോഗിക്കുകയുണ്ടായി. പിന്നീട് ഗൾഫ് വാറിൽ 1991 നടന്ന ഗൾഫ് യുദ്ധത്തിൽ ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കുകയുണ്ടായി. യുദ്ധങ്ങളിൽ മാത്രമല്ല, അമേരിക്കയും UN ഒക്കെ പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും മറ്റും നടത്തിയിട്ടുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും ബ്ലാക്ക് ഹാക്കിന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. തുറമുഖങ്ങൾക്ക് ശേഷം നമുക്കറിയാം ഇറാഖിൽ നടത്തിയ സൈനിക അധിനിവേശത്തിൽ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ സൈനിക നടപടിയിലും ഒക്കെ ബ്ലാക്ക് ഹാക്ക് വ്യാപകമായിട്ട് ഉപയോഗിക്കുകയുണ്ടായി. പിന്നെ ബ്ലാക്ക് ഹാക്കിന്റെ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സൈനിക നടപടി എന്ന് പറഞ്ഞാൽ ഒസാമ ബിൻ ലാദനെ പിടിക്കാൻ വേണ്ടിയുള്ള ഒസാമ ബിൻ ലാദൻ കൊല്ലപ്പെട്ട ആ സൈനിക ഓപ്പറേഷനാണ്. അതിൽ പ്രധാനമായി ഉപയോഗിച്ചത് 2 ബ്ലാക്ക് ഹാക്ക് ഹെലികോപ്റ്ററാണ്. അതായത് ഹെവിലി മോഡിഫൈഡ് ആയിട്ടുള്ള 2 ബ്ലാക്ക് ഹാക്ക് ഹെലികോപ്റ്ററുകൾ. അതായത് ആ സൈനിക നടപടിയിൽ ഉപയോഗിച്ച ഈ 2 ബ്ലാക്ക് ഹാക്ക് ഹെലികോപ്റ്ററുകൾ കണ്ടു കഴിഞ്ഞാൽ അത് ബ്ലാക്ക് ഹാക്ക് ഹെലികോപ്റ്റർ ആണെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. അതുപോലെയുള്ള രൂപമാറ്റമാണ് അതിന് നടത്തിയത്. ആ രൂപമാറ്റം നടത്താനുള്ള പ്രധാന കാരണം അതിന്റെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള മോഡിഫിക്കേഷൻസ് ആണ് നമുക്ക് ആ ഹെലികോപ്റ്ററിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ സൈനിക നടപടിയിൽ പങ്കെടുത്ത 2 ഹെലികോപ്റ്ററിൽ ഒരു ഹെലികോപ്റ്ററിന് ലാൻഡിങ്ങിനിടയിൽ തകരാറുകളുണ്ടായി. അപ്പം ഈ സൈനിക നടപടിക്ക് ശേഷം അമേരിക്കൻ സൈനികർക്ക് ഈ ഹെലികോപ്റ്റർ അവിടെ തിരിച്ചെടുത്തുകൊണ്ട് പോകാൻ മേലാത്തൊരവസ്ഥയായി. ഏതായാലും അവർ ആ ഹെലികോപ്റ്റർ ആ സംഭവ സ്ഥലത്ത് തന്നെ നശിപ്പിച്ച ശേഷമാണ് അവിടെ നിന്ന് പിൻവാങ്ങിയത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏതാണ്ട് 4 പതിറ്റാണ്ടുകളായിട്ട് 1978 മുതൽ അമേരിക്കൻ മിലിറ്ററി ഉപയോഗിക്കുന്ന ഒരു ഹെലികോപ്റ്ററാണ് UH-60 ബ്ലാക്ക് ഹാക്ക്. എന്നിരുന്നാലും സമീപഭാവിയിലൊന്നും ഈ ഹെലികോപ്റ്റർ അമേരിക്കൻ സൈഡിൽ നിന്നും വിരമിക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. അതായത് ഇപ്പം അമേരിക്ക ഈ ഹെലികോപ്റ്ററിനെ പല രീതിയിൽ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഹെലികോപ്റ്ററിന്റെ എയർഫ്രെയിം ഉപയോഗിച്ചുകൊണ്ട് അൺമാൻഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകൾ അല്ലെങ്കിൽ ഡ്രോണുകൾ നിർമ്മിക്കാനുള്ള പല പദ്ധതികളും അമേരിക്ക നടത്തുന്നുണ്ട്. അതായത് സിർക്കോസ്കി തന്നെ ഈ ഹെലികോപ്റ്ററിന്റെ എയർഫ്രെയിം ഉപയോഗിച്ചുകൊണ്ട് പല അൺമാൻഡ് എയർക്രാഫ്റ്റുകൾ, പൈലറ്റ്ലെസ് ഹെലികോപ്റ്ററുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. തന്നെയല്ല, അമേരിക്കൻ പക്കൽ ഇപ്പോൾ ഉള്ള ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള മീഡിയം ലിഫ്റ്റ് ഹെലികോപ്റ്ററാണ് UH-60 ബ്ലാക്ക് ഹാക്ക്. എന്നാൽ ഈ ഹെലികോപ്റ്ററിനെ റീപ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ പുതിയ ചില മീഡിയം ലിഫ്റ്റ് ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കാനുള്ള പല പ്രോഗ്രാമുകളും അമേരിക്ക ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ജോയിന്റ് മൾട്ടി റോൾ മീഡിയം ഹെലികോപ്റ്റർ പ്രോഗ്രാം എന്നാണ്. ബോയിങ് SB-1, ബെൽ V-280 വെലാർ തുടങ്ങിയ 2 ഹെലികോപ്റ്ററുകളാണ് ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പ്രോട്ടോടൈപ്പ് അവസ്ഥയിൽ ടെസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ ഈ 2 ഹെലികോപ്റ്ററിൽ ഏതെങ്കിലും ഒന്ന് അമേരിക്കൻ മിലിറ്ററിയുടെ പ്രധാന മീഡിയം ലിഫ്റ്റ് ഹെലികോപ്റ്ററായി മാറാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ബ്ലാക്ക് ഹാക്കുകൾ പൂർണ്ണമായും അമേരിക്കൻ മിലിറ്ററിയിൽ നിന്ന് പുറത്തു പോകാനുള്ള യാതൊരു സാധ്യതയില്ല. അപ്പോൾ US മിലിറ്ററി മാത്രമല്ല, നാറ്റോ സഖ്യരാജ്യങ്ങളായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഏതാണ്ട് 40-ലധികം രാജ്യങ്ങൾ ഇന്ന്
ബ്ലാക്ക് ഹാക്ക് ഹെലികോപ്റ്ററുകൾ അവരുടെ സൈന്യത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. തന്നെയുമല്ല സിർക്കോസ്കിയെ കൂടാതെ ഈ ഹെലികോപ്റ്റർ മിത്സുബിഷിയും നിർമ്മിക്കുന്നുണ്ട്. അതായത് ജാപ്പനീസ് മിലിറ്ററി ഉപയോഗിക്കുന്ന ബ്ലാക്ക് ഹാക്ക് വേരിയൻ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ഹാക്കിൻ്റെ ജാപ്പനീസ് വേരിയൻ്റ് നിർമ്മിക്കുന്നത് മിത്സുബിഷിയാണ്. അപ്പോൾ ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഏറ്റവും വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു റോട്ടറി വിങ് മിലിറ്ററി എയർക്രാഫ്റ്റാണ് UH-60 ബ്ലാക്ക് ഹാക്ക്. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിട്ട് വരുന്നു. അപ്പോൾ ഇതിലും ഇൻഫോർമേറ്റീവായ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.